നോമ്പുകാരന് രാത്രി കുളിക്കൽ പ്രത്യേകം സുന്നത്താണ്. നോമ്പുകാരൻ വലിയ ശുദ്ധി ഉണ്ടായി, അത് രാത്രികാലത്തുണ്ടായാൽ അയാൾ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കുളിക്കൽ പ്രത്യേകം സുന്നത്താണ്. സുബഹി ബാങ്ക് വിളിച്ച് സുബഹി ഖളാകുന്നതിന് മുമ്പ് കുളിക്കൽ നിർബന്ധമാണ്, നിസ്കാരത്തിന് വേണ്ടി കുളിക്കണമല്ലോ. ഇനി പകൽ സമയങ്ങളിൽ നിർബന്ധമായതോ സുന്നത്തായതോ ആയ കുളിക്കാവുന്നതാണ്. അങ്ങനെ കുളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഉള്ളിലേക്കൊന്നും വെള്ളം കയറാതെ. അയാൾ അങ്ങനെ നിർബന്ധമായതും സുന്നത്തായതുമായ കുളിക്കുമ്പോൾ വെള്ളം കയറിയെന്നും വെച്ച് കുഴപ്പമൊന്നുമില്ല, നോമ്പ് മുറിയൊന്നുമില്ല. പക്ഷേ മുങ്ങിക്കുളിക്കാൻ പാടില്ല, അത് കറാഹത്താണ്. ഇനി മുങ്ങിക്കുളിക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം കയറുമെന്ന് ഉറപ്പുണ്ടെങ്കിലോ നിർബന്ധമായ കുളിക്കായാലും സുന്നത്തായ കുളിക്കായാലും അങ്ങനെ മുങ്ങിക്കുളിക്കൽ ഹറാമാണ്. നോമ്പ് മുറിയും അയാൾ ഖളാ വീട്ടുകയും വേണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പ് കാലത്ത് നമ്മൾ തണുപ്പിക്കാൻ വേണ്ടി ഒന്ന് കുളിക്കും. നമ്മൾ സാധാരണഗതിയിൽ നിർബന്ധമായ കുളിയല്ല, സുന്നത്തായ കുളിയല്ല, നമ്മളൊന്ന് റിഫ്രഷ്മെൻ്റ് ആകാൻ വേണ്ടി ഒന്ന് കുളിക്കില്ലേ, ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി, ഒന്ന് ഉഷാറാകാൻ വേണ്ടി. അങ്ങനെ കുളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പ് കാലത്ത് അറിഞ്ഞുകൊണ്ട് വെള്ളം അകത്ത് കയറിയാലും അറിയാതെ വെള്ളം അകത്ത് കയറിയാലും നോമ്പ് മുറിയും. അതുകൊണ്ട് നോമ്പ് ഖളാ വീട്ടേണ്ടി വരും. അതുകൊണ്ട് നോമ്പ് കാലത്ത് പകൽ കുളിക്കുന്നത് പരമാവധി ഒഴിവാക്കുക, രാത്രി തന്നെ പരമാവധി കുളിക്കാൻ ശ്രമിക്കുക, അത് സുന്നത്തുമാണ്. അള്ളാഹു നമുക്ക് അത്തരം കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.